ആഘോഷിക്കുക. ഈ ലോകത്ത് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ബന്ധം ഉണ്ടെങ്കിൽ അത് ഗുരു ശിഷ്യ ബന്ധമാണ്. കാരണം നമ്മുടെ ജീവിതത്തിലെ നമ്മൾ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും അവസാനം എന്ന് പറയുന്നത് ഈശ്വരൻ ലഭിക്കുമ്പോഴാണ്. ആ ഈശ്വരനെ നമുക്ക് കാണിച്ചു തരുന്നത് അതെങ്ങനെ നമുക്ക് ഈശ്വരനെ കാണാൻ വേണ്ടി സാധിക്കും? ഒരിക്കൽ ഗുരുവിന്റെ ആശ്രമത്തിൽ ഒരാൾ ചെന്നിട്ട് പറഞ്ഞു, ഗുരു എനിക്ക് തീരെ മനസ്സമാധാനം അത് കിട്ടാൻ ഞാൻ എന്താ ചെയ്യുന്നത്? ഗുരു പറഞ്ഞു, ഞാൻ ചെന്നാൽ എനിക്ക് മനസ്സമാധാനമായിരുന്നു. അദ്ദേഹം ഗുരുവിന്റെ വചനമൊക്കെ കേട്ടു ആശ്രമത്തിൽ താമസം കുറെ ദിവസവും ഗുരുവിന്റെ സത്സംഗത്തിനും ഭജനയ്ക്കും ഒക്കെ വന്നിരിക്കും. എന്നിട്ടും ഗുരുക്ക് അവിടാണല്ല സമാധാനം നഷ്ടപ്പെടാൻ തുടങ്ങി കൂടുതലായിട്ട്. കാരണം എന്താ വെച്ചെങ്കിൽ ഗുരു പറഞ്ഞത് ഞാൻ ചത്താൽ എനിക്ക് സമാധാനം കിട്ടുന്നതാണ്. ഇതാണ് ഗുരു തന്നെ ചത്തപ്പില്ല. എന്തൊക്കെ ദിവസം വീണ്ടും ഗുരുവിനോട് ചോദിച്ചു, അല്ല ഞാൻ ചത്താൽ സമാധാനം കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇതുവരെ വരിക്കുന്നുമില്ല. ഗുരു പറഞ്ഞു, ഞാനല്ല ചാവേണ്ടത്, എന്റെ ഉള്ളില് ഞാനാണ് ചാവേണ്ടത്. അപ്പൊ ആ ഞാൻ മരിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള ഈശ്വരനെ കാണാൻ വേണ്ടി സാധിക്കും. ബാബുക്കൾ പറയാറുണ്ട്, ഞാൻ ഈശ്വരനാണെന്ന് എനിക്കറിയാം, നീയും അതേ ഈശ്വരനാണ്. പക്ഷെ നീ ഈശ്വരനാണെന്ന് നിനക്കറിയില്ല. അതാണ് ഞാനും നീയും തമ്മിലുള്ള വ്യത്യാസം. ആ നമുക്കിടയിലെ ഈ ഒരു മതില് പണിതു വെച്ചിട്ടുണ്ട്. ഞാൻ എന്നൊരു മതില് നീ പണിതു വെച്ചിട്ടുണ്ട്. ആ മതില് തകർന്നു വീഴുമ്പോഴാണ് നീ ഞാൻ ഒന്നാണ്. ആ ഈഗോ അവസാനിപ്പിക്കലാണ്, അതല്ലെങ്കിൽ ആ ഞാനിനെ കൊല്ലലാണ് യഥാർത്ഥത്തിൽ ഗുരുവിന്റെ കടമ. ഗുരുവിന്റെ അടുത്ത് എത്തുമ്പോ ചിലപ്പോ ആ ഞാനിന് ചിലപ്പോ വലിയ വിഷമങ്ങളൊക്കെ ഉണ്ടാവും. കാരണം ആ ഒരു മനുഷ്യന്റെ ഈഗോ തകരുന്നതാണ് അവൻ ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത്. ഈഗോ തകർക്കാനാണ് ഗുരുവിന്റെ ഉത്തരവാദിത്വം. ആ ഈഗോ തകർക്കാൻ ഈശ്വരൻ പല ലീലകളുമാണ്. അതിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ശിഷ്യൻ ചെയ്യേണ്ട ഒരേ ഒരു ശ്രമം. നമ്മൾ ഒരു മനുഷ്യ ജന്മം കൊണ്ട് എന്താണോ ലക്ഷ്യമിടുന്നത് ആ ഈശ്വര സാക്ഷാത്കാരം പൂർത്തിയാക്കാൻ വേണ്ടി സാധിക്കും. അത് ഗുരു അനുഗ്രഹം കൊണ്ടാണ് സാധിക്കുന്നത്. അവിടെ ഒരേ ഒരു മാർഗമേ ഉള്ളതാണ്, ഈശ്വരനോട് അല്ലെങ്കിൽ ഗുരുവിനോട്
സദാസമയവും കൂടെ ഉണ്ടാവാൻ വേണ്ടി. ആ അനുഗ്രഹത്തിന് നിങ്ങളെല്ലാവരും പാഠ്യഭൂതരാണ്. ബാബയുടെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. തുടർന്ന് ജീവിതത്തിൽ ബാബയുടെ സാമീപ്യം അനുഭവിക്കാനുള്ള ഭാഗ്യം എല്ലാവർക്കും ഉണ്ടാവുമെന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ഇപ്പോൾ സന്ദേശം നിങ്ങൾക്ക് പ്രശാന്ത് വർമ്മയുടെ ഭജൻ ഉണ്ട്. അതുപോലെ ഭജന എന്ന് പറഞ്ഞില്ലേ, അത് മനുഷ്യന്റെ മനസ്സിലുള്ള കാലുഷ്യങ്ങളെ അകറ്റാനുള്ളതാണ്. ഈ നേരത്തെ പറഞ്ഞ ഞാനിനെ കൊല്ലാനുള്ളതാണ്. അതുകൊണ്ട് എല്ലാം മറന്ന് ആ ഭജനയിൽ പങ്കുകൊള്ളുക. മനുഷ്യന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകുന്നു. എല്ലാവർക്കും पाप विनाश हे परमेश पाप विनाश हे परमेश पाप विनाश हे परमेश पाप विनाश शंकर शिव शंकर शंभो महादेव शंकर शिव शंकर शंभो महादेव कैलासवासा कनक सर्वेश काशीपुराधीश्वरा शंभो कैलासवासा कनक सर्वेश काशीपुराधीश्वरा शंभो कनक सर्वेश काशीपुराधीश्वरा शंभो कनक सर्वेश काशीपुराधीश्वरा हरि बोल। Thank you.